എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഇപ്പോഴും ആ കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മറുപടി ഉടനെ വേണം. എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാനിപ്പോ യൂത്തിന്റെ കൂടെയാണല്ലോ. ആര് പറഞ്ഞു എനിക്ക് അങ്ങനെയാണെന്ന്? ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഇപ്പം ഏതാ വർഷം ചേച്ചിക്കറിയോ? 1947 ഓഗസ്റ്റ് 15 എന്താ സംഭവിച്ചെന്നറിയോ? ഇയാളെ എവിടുത്തുകാരുണ്ടോ? തല്ലുകൊള്ളാൻ കണക്കാക്കി തന്നെ അറിഞ്ഞിരിക്കുകയാണല്ലോ. ഞങ്ങൾ എന്തിനും തയ്യാർ. സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം അതറിയാം, പക്ഷെ എനിക്ക് അത് ഇവിടെ പറയേണ്ട കാര്യമില്ല മോനെ. ചേച്ചിയാണെങ്കിൽ മുമ്പ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളെക്കാൾ അതായത് കുറച്ച് താന്ന് നിൽക്കണം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ചേച്ചിക്ക് ഇപ്പോഴും കാലഘട്ടം മാറിയിട്ടുള്ളത് അറിയാഞ്ഞിട്ടാണോ എന്നുള്ള സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ് ഞാൻ ഈ ഒരു കാര്യം. ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് എന്റെ ചിന്താഗതിയാണ്. ഞാൻ എല്ലാവരോടും കാണിക്കാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ നീ ഇത് പിടി മോനെ. ചേച്ചി ഇപ്പോഴും ശിലായുഗത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ശിലായുഗം അല്ല മോനെ ഇത്. ഇവൻ പൊട്ടനാണോ? നിനക്ക് വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ നിനക്ക് ഭാര്യയെ പിടിച്ച് നിനക്ക് തലയുടെ മുകളിൽ കയറ്റി വെക്കുവോ താഴത്ത് വെക്കുവോ എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. അവന് ഈ താഴ്ന്ന് നിൽക്കാൻ കാലിന്റെ ചോട്ടി പോയി കിടക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നാണക്കെടുത്തി. അങ്ങനെയെങ്കിൽ മലയാള സിനിമ ഇപ്പം AMMA ഈ ഒരു സംഘടന മുഴുവനായി AMMA എന്ന് പറയല്ലേ, എനിക്കൊക്കെ അമ്മ എന്ന് പറഞ്ഞ സംഘടന അത്. ഓ എന്റെ അമ്മോ. ഈ പ്രേക്ഷകർ തന്നെ അമ്മയെന്ന് വിളിക്കാനല്ല കുഞ്ഞമ്മയെന്നും അമ്മായിയമ്മയെന്നൊക്കെ വിളിക്കാനാ തോന്നുന്നത് പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അതുകൊണ്ട് AMMA എന്ന് തന്നെയാണ് എനിക്ക് വിളിക്കാൻ തോന്നിട്ടുള്ളത്. മോനെ AMMA എന്നോ കുത്തിട്ടോ കോമയിട്ടോ എന്ത് വേണേ വിളിച്ചോ. എങ്കിൽ എന്തുകൊണ്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പല ആളുകളുടെ പേരോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ട് പുറത്തോട്ട് വന്നില്ല? എനിക്ക് നല്ല വിഷമമുണ്ട്. അല്ലടാ എന്നോട് നീ ആരാ പുറത്തോട്ട് വന്നില്ലെന്ന് പറഞ്ഞേ? വന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. ഈ കടന്നു പോയേക്കുന്ന ഇങ്ങനെ നിരന്തരമായിട്ട് അടിക്കടി വിവാദങ്ങൾ വരുന്നത് പിന്നെ മോനെ എന്താ മോനെ എന്നെ കൊണ്ട് കൂടുതൽ വിവാദം ഉണ്ടായിട്ടുള്ളത്? ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ? എതിരേലും കേട്ടിട്ടുണ്ടോ? ഞാനത് ചോദിക്കരുതായിരുന്നു. ഭർത്താവ് ഈ പറയുന്ന പോലെ ഭാര്യയെക്കാൾ കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം, ഭാര്യ കുറച്ച് താഴെ നിൽക്കണം എന്ന് പറഞ്ഞൊരു കാര്യം. ആയിക്കോട്ടെ, അതുമായിട്ട് എന്തിനാ ക്ലബ് ചെയ്യണത്? എനിക്കറിയാൻ തന്നെയാണ് ചോദിക്കുന്നത്. എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? വന്നപ്പോഴാണല്ലോ ഓരോ വാർത്തകൾ വളഞ്ഞൊടിയുന്നതേ. പഴയത് നീ കാലഘട്ടം മാറുമോനെ, നീ ശരിയാവണില്ല. നീ പിന്നെ പണ്ടത്തെ കാലം അങ്ങനെ പറഞ്ഞില്ല. ഞാൻ നിന്നോട് എന്നെ എക്സ്ക്ലമേഷൻ കറക്റ്റ് പറഞ്ഞു. 2005 മനുഷ്യനെ കളിയാക്കാം. നീ വെറുതെ എന്റെ മണ്ണണിക്ക് കയറാനെ തെങ്ങിന്റെ മണ്ണണിക്ക് കയറിയാ മതി. ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയണം ആണിനും പെണ്ണിനും തുല്യതയല്ല വേണ്ടുന്നത്, പെണ്ണ് താന്ന് നിൽക്കണം എന്നൊരു കാര്യം പറയുന്ന ഒരു വ്യക്തിയുടെ ചിന്താഗതി. അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. വന്നപ്പോ തൊട്ട് സഹിക്കണ വെറുതെ ജീവിച്ച് മരിച്ചു പോയാൽ മതി എന്നെല്ലാരും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ക്യാമറ, മൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ആരാ അതിനെ കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞാ? ഞാൻ ആദ്യവും അവസാനം നീ ഇതിട്ട് തോണ്ടി എന്നെ ഇളക്കാൻ നോക്കണ്ട, ഇളകത്തില്ല. നീ ശരിയാവൂല. നീ ശരിയായല്ലോ, അത് മതി. ഇവനെന്ത് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ട്? നിങ്ങൾ ആ ക്യാമറയ്ക്ക് എടുത്ത് മാറ്റി. ഇവനെന്താ വല്ല വട്ടുണ്ടോ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നന്ദിയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.